സന്തോഷത്തോടെ മധുവിധു ആഘോഷിക്കാനെത്തി രാജ്യത്തിന്റെ മുഴുവൻ കണ്ണീരായി മടങ്ങുകയാണ് ഹിമാൻഷി. തിരികെ മടങ്ങുമ്പോൾ പക്ഷെ വിനയില്ല. അവളുടെ കൺമുന്നിലിട്ടാണ് ഭീകരർ അതിക്രൂരമായി ആ 26-കാരനെ കൊന്നത്. പ്രിയപ്പെട്ടവനെ നഷ്ടപ്പെട്ട വേദനയിൽ നിസ്സംഗതയോടെ ഹിമാൻഷി മൃതദേഹത്തിനരികിലിരുന്നു. കണ്ണീരിനേക്കാൾ വാക്കുകളേക്കാൾ വേദനയുള്ള മൗനം. കഴിഞ്ഞ 16-നാണ് വിനയ് നർവാളും ഹിമാൻഷിയും വിവാഹിതരായത്. നേവിയിൽ ലഫ്റ്റനന്റ് കേണലാണ്. ഹരിയാനയിലെ കർണാൽ സ്വദേശിയായ വിനയ്. 2 വർഷം മുൻപ് സേനയിൽ ചേർന്ന വിനയ് കൊച്ചി നേവൽ ബേസിലാണ് സേവനമനുഷ്ഠിച്ചിരുന്നത്. ഏപ്രിൽ 19-നായിരുന്നു ഇവരുടെ വിവാഹ സൽക്കാരം. 21-ന് കശ്മീരിലെത്തിയ അവർ പിറ്റേന്ന് പഹൽഗാമിലെത്തിയപ്പോഴാണ് ദുരന്തം. ആക്രമണം നടന്ന് ഏറ്റവും ആദ്യം പുറത്തു വന്നതും ഹിമാൻഷിയുടെ ദൃശ്യങ്ങളായിരുന്നു. ഭർത്താവിന്റെ ജീവൻ രക്ഷിക്കണമെന്ന് അപേക്ഷിച്ച് കണ്ണീരോടെ ഹിമാൻഷി അവിടെ സംഭവിച്ചത് പറഞ്ഞു. ഒരു തോക്കുധാരി ഭർത്താവിനോട് നിങ്ങൾ ഏതു മതത്തിൽപ്പെട്ടയാളാണെന്ന് ചോദിച്ച ശേഷം വെടിവെക്കുകയായിരുന്നുവെന്ന് ഹിമാൻഷി പറയുന്നു. ജീവൻ രക്ഷിക്കാനായില്ലെന്ന തിരിച്ചറിവിൽ നിസ്സഹായയായി വിനയുടെ മൃതദേഹത്തിനരികിലിരിക്കുന്ന ഹിമാൻഷിയുടെ ചിത്രമാണ് പഹൽഗാമിലെ കൊടും ക്രൂരതയുടെ മുഴുവൻ അടയാളമായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞത്. മെയ് 1-ന് 27-ാം ജന്മദിനം ആഘോഷിച്ച ശേഷം ഹിമാൻഷിക്കൊപ്പം കൊച്ചിയിലേക്ക് മടങ്ങാനായിരുന്നു വിനയ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇനി അതൊക്കെ ദിവസങ്ങളുടെ മാത്രം ആയുസ്സുണ്ടായിരുന്ന സ്വപ്നങ്ങളാണ്. പക്ഷേ ഹിമാൻഷിയെ കൂട്ടാതെ വിനയ് ഒറ്റയ്ക്ക് മടങ്ങുമ്പോൾ രാജ്യം മുഴുവൻ ഇന്ന് ആ പെൺകുട്ടിയെ ചേർത്ത് പിടിക്കുകയാണ്. We should all be proud of him in every way. In every way. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.